യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത മിന്നൽ ഹർത്താലിൽ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത മുഴുവൻ കേസുകളിലും ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള നേതാക്കളെ കൂട്ടുപ്രതികളാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. നഷ്ടപരിഹാരം നേതാക്കളിൽ നിന്ന് ഈടാക്കണമെന്നും കോടതി വ്യക്തമാക്കി. ശബരിമല കർമ്മസമിതിയുടെ ഹർത്താലിനും ഈ നിർദ്ദേശം ബാധകമാണ്. കാസർഗോഡ് ഇരട്ട കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത മിന്നൽ ഹർത്താലിനെതിരെയാണ് ഹൈക്കോടതി കോടതിയലക്ഷ്യ നടപടി സ്വീകരിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസ്, UDF കാസർഗോഡ് ജില്ലാ ചെയർമാൻ MC കമറുദ്ദീൻ, കൺവീനർ A ഗോവിന്ദൻ നായർ എന്നിവർ ഇന്ന് നേരിട്ട് കോടതിയിൽ ഹാജരായിരുന്നു. കേസ് പരിഗണിച്ചപ്പോൾ എതിർ സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ ഡീൻ കുര്യാക്കോസ് കൂടുതൽ സമയം ചോദിച്ചു. മിന്നൽ ഹർത്താൽ നിരോധിച്ചുള്ള ഉത്തരവിനെപ്പറ്റി അറിവില്ലായിരുന്നുവെന്ന് ഡീൻ കുര്യാക്കോസിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ഡീൻ കുര്യാക്കോസ് നിയമം പഠിച്ചയാളല്ലേ എന്നായിരുന്നു കോടതിയുടെ മറുചോദ്യം. ഡീൻ കുര്യാക്കോസ് അടക്കം 3 പേർക്കെതിരെ സംസ്ഥാനത്തെ മുഴുവൻ ഹർത്താൽ കേസുകളിലും പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകി. ഹർത്താലിൽ സംസ്ഥാനത്തുണ്ടായ നഷ്ടം ഡീൻ കുര്യാക്കോസിൽ നിന്ന് ഈടാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കാസർഗോഡ് ജില്ലയിലെ നഷ്ടം UDF ഭാരവാഹികളിൽ നിന്നും ഈടാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി. എന്ത് തന്നെയാണെങ്കിലും നിയമപരമായി ഈ കാര്യത്തോട് സഹകരിച്ചുകൊണ്ട് നമ്മുടേതായിട്ടുള്ള സ്റ്റാൻഡ് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും എന്നുള്ളതാണ് ഞാൻ അന്നും പറഞ്ഞത്, ഇപ്പോൾ അത് തന്നെയാണ് പറയുന്നത്. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ ആഹ്വാനം ചെയ്ത ഹർത്താലിനും ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശം ബാധകമാണ്. ശബരിമല കർമ്മസമിതി നേതാക്കളെ ഹർത്താലുമായി ബന്ധപ്പെട്ട 990 കേസുകളിലും കൂട്ടുപ്രതി ചേർക്കാമെന്നും കോടതി നിർദ്ദേശം നൽകി. ഇക്കാര്യത്തിൽ ഇനി സർക്കാർ നിലപാടാകും നിർണായകമാകുക. ശബരിമല വിഷയത്തിൽ ഹർത്താലിൽ 38.52 ലക്ഷം രൂപയുടെ പൊതുമുതലിനും 6.45 ലക്ഷം രൂപയുടെ സ്വകാര്യ സ്വത്തിനും നാശനഷ്ടമുണ്ടായതായി സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചു. 3 കോടിയിലേറെ രൂപയുടെ നഷ്ടം KSRTCക്ക് ഉണ്ടായതായാണ് KSRTCയുടെ വിശദീകരണം. ശബരിമല കർമ്മസമിതി ഭാരവാഹികളായ TP സെൻകുമാർ, KS രാധാകൃഷ്ണൻ തുടങ്ങിയവരിൽ നിന്ന് നഷ്ടം ഈടാക്കണമെന്നായിരുന്നു സർക്കാർ കോടതിയിൽ വിശദീകരിച്ചത്. ഹർത്താലുമായി ബന്ധപ്പെട്ട ഹർജികൾ അടുത്ത മാസം 6-ന് പരിഗണിക്കാനായാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് മാറ്റിയിട്ടുള്ളത്. അതിനു മുൻപായി സർക്കാർ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷബ്ന സിയാദ്, മീഡിയ 1, കൊച്ചി.